അപ്പോൾ ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞാലും മതി. എന്നിട്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ വേണം നമുക്ക് പൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ഈ മുരിങ്ങയുടെ പൂവിടാം. പൂ നമുക്ക് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ചെറിയ തീയിൽ ഗ്യാസിൽ വെച്ചേക്കാം. ചെറിയ തീയിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്.